മനുഷ്യൻ്റെ ശരീരം പുനരുത്ഥാനം പ്രാപിക്കുമോ? വിൽ ദ ഹ്യൂമൻ ബോഡി റെസറക്റ്റ്? ഇതാണ് നമ്മുടെ ചിന്താവിഷയം. നൂറ്റാണ്ടുകളായി, അല്ലെങ്കിൽ ഏതാണ്ട് 2000 വർഷത്തോളം ക്രിസ്ത്യാനികൾ ഉരുവിട്ടുകൊണ്ടിരുന്ന വിശ്വാസ പ്രമാണത്തിൻ്റെ ഒരു ഭാഗമാണ് ശരീരം പുനരുത്ഥാനം പ്രാപിക്കും എന്ന ഒരു പ്രത്യാശ. ഇത് എന്നെ എക്കാലത്തും ചിന്തിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കോവിഡ് വന്നപ്പോൾ ആ ചിന്ത കുറച്ചുകൂടെ മൂർച്ച പ്രാപിച്ചു എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. സമകാലീന സംഭവങ്ങൾ പല യാഥാർത്ഥ്യങ്ങളെയും തിരിച്ചറിയാൻ നമ്മെ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ അനുഭവത്തോടുള്ള ബന്ധത്തിൽ നിത്യമായ യാഥാർത്ഥ്യങ്ങളെ കൂടുതൽ വ്യക്തമായി പരിചയപ്പെടുവാൻ ശ്രമിക്കുന്നത് ഉചിതമാണ്. പ്രത്യേകിച്ച് നമ്മുടെ നിത്യതയുമായി ബന്ധമുണ്ട് എന്ന് നാം വിശ്വസിക്കുന്ന കാര്യങ്ങളെപ്പറ്റി വെറും കേട്ടുകേൾവിയോ നമുക്ക് അത്ര പരിചയമില്ലാത്ത സങ്കല്പങ്ങളോ കൊണ്ട് ഒതുക്കാൻ സാധ്യമല്ല. അങ്ങനെ ഒതുക്കുന്നത് നാം നമ്മുടെ നിത്യതയോട് കാണിക്കുന്ന അവഗണനയാണ് എന്ന ഒരു എളിയ അഭിപ്രായം ഈ ഉള്ളവനുണ്ട്. ഏതായാലും കോവിഡ് കാലത്ത് ക്രിസ്ത്യാനിയെ ദഹിപ്പിക്കാം എന്ന എല്ലാ സഭകളും സമ്മതിച്ചു. അതിനൊരു കുഴപ്പവുമില്ല. ഒരു നിബന്ധന മാത്രമേ അവർ മുൻപോട്ട് വെച്ചുള്ളൂ: ദഹിപ്പിക്കുന്നത് പുരോഹിതന്റെ കാർമ്മികത്വത്തിലായിരിക്കണം. കാരണം പണ്ട് തൊട്ടേ നമ്മുടെ പാരമ്പര്യമനുസരിച്ച് ഒരു വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ അവനോട് പുരോഹിതന് വലിയ താല്പര്യമോ ഇടപാടോ ഇല്ല എങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ശവം പുരോഹിതൻ്റെതാണ്. പുരോഹിതന്റെ ആധിപത്യം 100% പ്രവർത്തിക്കുന്നത് മനുഷ്യന്റെ ശവശരീരത്തിന്മേലാണ് എന്നത് അറിയാൻ വയ്യാത്ത ആരും തന്നെ നമ്മുടെ ഇടയിൽ ഉണ്ടാകാൻ സാധ്യമല്ല. അതുകൊണ്ട് കോവിഡ് കാലത്ത് മനുഷ്യനെ ശവസംസ്കാരം ചെയ്യേണ്ട, ശവം ദഹിപ്പിക്കാം എന്നായി. ആ സമയത്ത് എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, കേരളത്തിലെ ഒരു ക്രിസ്ത്യാനിയും ചോദിച്ചില്ല, അല്ലയോ മെത്രാനെ, അല്ലയോ കത്തനാരെ, അങ്ങനെ ഈ ശരീരം ദഹിപ്പിച്ചു കളഞ്ഞാൽ ആ ദഹിപ്പിച്ചു കളഞ്ഞ ശരീരം വീണ്ടും ഉയർത്തെഴുന്നേൽക്കുമോ? ഈ ശരീരത്തിന് പുനരുത്ഥാനമുണ്ടാകുമോ? കത്തിച്ചു കളഞ്ഞ ശരീരം, ചാമ്പലായി പോയ ശരീരം എങ്ങനെയാണ് പുനരുത്ഥാനം പ്രാപിക്കുന്നത് എന്നാരും ചോദിച്ചില്ല. എന്നാൽ മാത്രവുമല്ല, കോവിഡ് കാലം കഴിഞ്ഞപ്പോൾ വീണ്ടും ശവടക്കത്തിലേക്ക് മടങ്ങിപ്പോയപ്പോഴും ആരും ഒരു ചോദ്യം ചോദിച്ചില്ല. കാരണം ചോദ്യം ചോദിക്കുന്നത് അഹങ്കാരമാണെന്നും അപമര്യാദയാണെന്നും ആരും അങ്ങനെ സഭയുടെ നിലപാടുകൾക്ക് ശ്വാസം മുട്ടുന്ന വിധത്തിൽ അല്ലെങ്കിൽ അസൗകര്യം വരുന്ന വിധത്തിൽ ഒരു ചോദ്യവും ചോദിക്കരുത് എന്നത് ഒരു ക്രിസ്ത്യാനിയുടെ ഏറ്റവും പരിപാവനമായ ഒഴിച്ചുകൂടാനാവാത്ത കടമയാണ് എന്ന് നമ്മെ നന്നേ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് ആരും ചിന്തിക്കുകയില്ല, ചോദിക്കുകയുമില്ല. അപ്പോൾ ശവം സംസ്കാരം ചെയ്യുന്നതിന് സഭ കാണിക്കുന്ന നിർബന്ധത്തിൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ അതിൻ്റെ ന്യായം, കർത്താവിൻ്റെ 2ാമത്തെ വരവിൽ അങ്ങനെ സംസ്കരിക്കപ്പെട്ട ശവം പുതുജീവൻ പ്രാപിച്ച് ഉയർത്തെഴുന്നേൽക്കുമെന്നും അങ്ങനെ കർത്താവിനോടുകൂടി ശാരീരികമായി ശരീരത്തോടെ വാനോട് എടുക്കപ്പെടുമെന്നുള്ള വിശ്വാസ പ്രമാണം അതിപ്പോൾ സഭ വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ സഭ കോവിഡ് കാലത്ത് കത്തിച്ചു കളഞ്ഞ ശവശരീരങ്ങളോട് മാപ്പ് പറയേണ്ടതാണ്. കാരണം അവർക്ക് നഷ്ടപ്പെട്ടത് അവരുടെ നിത്യതയാണ്. ഇത് ചെറിയ കാര്യമൊന്നുമല്ല. ഒന്നുകിൽ സഭ പറയണം, അങ്ങനെ മനുഷ്യൻ മണ്ണിൽ നിന്ന് വന്നു, അത് പറഞ്ഞുകൊണ്ടാണ് ശവം അടക്കുന്ന, മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിൽ നിന്ന് ഉത്ഭവിച്ചത് മണ്ണിലേക്ക് മടങ്ങിപ്പോകും എന്നൊക്കെ പറഞ്ഞാണ് ശവം അടക്കുന്നത്. അതുകൊണ്ട് ഈ ശരീരം അങ്ങ് പോകും. അതിനുശേഷം എന്താണ് നാം ആയിത്തീരുന്നത് എന്നതിനെപ്പറ്റി അങ്ങനെ നമുക്ക് വലിയ ഗ്രാഹ്യമൊന്നുമില്ല. എങ്കിലും
നമുക്കൊരു പ്രത്യാശയുണ്ട്. അതായത് മനുഷ്യൻ്റെ ജീവൻ എന്നത് നിത്യമാണ്. ജീവന് മരണമില്ല. ജീവൻ അതുകൊണ്ട് അസ്തമിക്കുന്നില്ല. മരണം ജീവന്റെ അവസാനമല്ല, അത് ജീവന്റെ മറ്റൊരവസ്ഥ പ്രാപിപ്പാനുള്ള ഒരു ട്രാൻസിഷൻ സ്റ്റേജ് മാത്രമാണ് എന്ന് പഠിപ്പിച്ചാൽ അതിലർത്ഥമുണ്ട്. അതുകൊണ്ട് അല്പമെങ്കിലും ചിന്തിക്കുവാൻ ധൈര്യമുള്ളവർ, സ്വന്തം അനുഭവത്തിൻ്റെ വെളിച്ചമെങ്കിലും നാം കാലാകാലങ്ങളിലായി അല്പം പോലും ചിന്തിക്കാതെ അർത്ഥമെന്തെന്നറിയാതെ ഉരുവിട്ടുകൊണ്ടിരുന്ന കാര്യങ്ങളെപ്പറ്റി അല്പം ചിന്തിക്കാനുള്ള ധൈര്യം കാണിക്കണമെന്ന് ഞാൻ ഏവരോടും അപേക്ഷിക്കുകയാണ്. അപ്പോൾ മനുഷ്യൻ്റെ ശരീരം അത് നിത്യമാണോ, അത് താൽക്കാലികമാണോ? ഇവിടെ ഞാൻ യുക്തി സംബന്ധമായ ചില കാര്യം, ഞാൻ യുക്തിവാദിയല്ല, തെറ്റിദ്ധരിക്കരുത്. മനുഷ്യൻ ദൈവം നൽകിയ ഒരു ചിന്തിക്കാനുള്ള കഴിവ്, അതിനാണ് ഞാൻ യുക്തി എന്ന് പറയുന്നത്. ചിന്തിക്കാനുള്ള കഴിവ്, കാര്യകാരണം ചിന്തിക്കാനുള്ള, കാര്യകാരണ സഹജമായി കാര്യകാരണ അടിസ്ഥാനത്തിൽ ചിന്തിക്കാനുള്ള കഴിവിനെയാണ് ഞാൻ യുക്തി അല്ലെങ്കിൽ റീസൺ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കിനി ഒരു അല്പം ഇതിൻ്റെ സംഗതി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. വേദപുസ്തകം പറയുന്നത് ദൈവം സ്വന്തം രൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. ഞാൻ മുമ്പ് പല വീഡിയോകളിലും പറഞ്ഞതുപോലെ വേദപുസ്തകത്തിലെ പ്രസ്താവനകളൊന്നും തന്നെ ആക്ഷരികമല്ല, പ്രതീകാത്മകമാണ്. ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്നതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ രൂപം മനുഷ്യൻ്റെ രൂപം പോലെയാണ് എന്നല്ല. പിന്നെയോ ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകൾ മനുഷ്യനിൽ നിക്ഷേപിച്ചുകൊണ്ടാണ് പ്രത്യേകതയുള്ള ഒരു സൃഷ്ടിയായി ദൈവം മനുഷ്യനെ ഈ ഭൂമിയിൽ ഉത്തരവാദിത്വത്തോടെ ആക്കി വെച്ചത് എന്നതാണ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ വെളിപ്പെടുത്തൽ. ഞാനത് 100% വിശ്വസിക്കുന്നു. പക്ഷെ സംഭവിച്ചതെന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യ സ്വഭാവത്തിൻ്റെ ഒരു വൈകൃതം, ഒരു പോരായ്മ, ഒരു വലിയ അബദ്ധം ഇത് കൊണ്ട് സ്ഥാപിച്ചു. അതായത് ദൈവത്തിന് മനുഷ്യൻ്റെ സ്വഭാവമാണ് എന്നുകൊണ്ട് സ്ഥാപിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾ അല്പം ഒന്ന് ചിന്തിച്ചു നോക്ക്. ദൈവം നിത്യനാണെന്നും അമർത്യനാണെന്നും ദൈവത്തിന് യാതൊരു വിധത്തിലുള്ള പരിമിതികളില്ല എന്നും ദൈവം ഇൻഫിനിറ്റ് എന്ന വാക്കാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അതായത് നിസ്സീമമാണ്, അതിരില്ലാത്തതാണ്. ദൈവം എല്ലായിടത്തും എപ്പോഴുമുണ്ട്, ദൈവം എല്ലാം അറിയുന്നു. അപ്പോൾ എല്ലായിടത്തും ഒന്നുപോലെ ഈ ഭൂലോകം മാത്രമല്ല, ബ്രഹ്മാണ്ടം മുഴുവനും ഒന്നുപോലെ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിന് എങ്ങനെയാണ് മനുഷ്യന്റെ ആകൃതി വരുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇനി ആകൃതി എന്ന പദം നിങ്ങൾ അല്ലെങ്കിൽ ആശയം നിങ്ങളൊന്ന് പരിശോധിച്ചാൽ, ആകൃതി അല്ലെങ്കിൽ ഫോം അല്ലെങ്കിൽ ഷേപ്പ്, ഗ്രീക്ക് ഫിലോസഫിയിൽ ഫോമും ഷേപ്പും ഒന്നല്ല. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, കാരണം ചിന്ത കൂടുതൽ സങ്കീർണമാക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് നമുക്ക് തൽക്കാലം ഇതൊന്നാണെന്ന് വിചാരിക്കാം, ഒന്നല്ല എങ്കിലും. അപ്പോൾ ആകൃതി എന്ന ആശയം നിങ്ങളൊന്ന് പരിശോധിച്ചാൽ, അതിന് അതിർത്തി ഇല്ലാതെ എങ്ങനെയാണ് ആകൃതി ഉണ്ടാകുന്നത്? ഇപ്പോൾ എൻ്റെ മുഖം, അതിന് ഒരു അതിർത്തിയുണ്ട്. അത് ഒരിടത്ത് ആരംഭിച്ച് ഒരിടത്ത് അവസാനിക്കുന്നു. അത് ഇത്ര മാത്രമേ ഉള്ളൂ. എൻ്റെ മുഖത്തിന് 10,000 മൈൽ നീളവും 7,000 മൈൽ വീതിയുമില്ല. എൻ്റെ കണ്ണ് എന്താണ്, വലിയ നക്ഷത്രങ്ങളല്ല, വളരെ പരിമിതപ്പെട്ടതാണ്. അപ്പം ദൈവത്തിന് പരിമിതിയില്ല എന്ന് പറയുകയും അതേസമയം തന്നെ ദൈവത്തെ എല്ലാ പരിമിതികൾക്കുള്ളിലും കൊണ്ടുവെക്കുന്ന, ഒരു വിധത്തിലും ആർക്കും സ്വീകരിക്കാൻ കഴിയാതിരിക്കേണ്ട ഒരു സങ്കല്പത്തിലാണ് ആദ്യം മുതലേ ഇതെല്ലാം പടച്ചു വെച്ചിരിക്കുന്നത്. നിങ്ങൾ കുറച്ചുകൂടെ ഞാൻ ഇംഗ്ലീഷ് ഒന്ന് പറയട്ടെ. ഗോഡ് ഈസ് ഇൻഫിനിറ്റ്.
every shape is finite. So my shape, for example, has to be finite, otherwise I will not be there. So how can we imagine God in the form of man? നിങ്ങൾ പഴയ നിയമം ഒന്ന് പരിശോധിച്ചാൽ അതിൽ ആദ്യം മുതൽ അവസാനം വരെ ദൈവത്തെ മനുഷ്യന്റെ ആകൃതിയിലാണ് കാണുന്നത്. യഹോവ യുദ്ധവീരനാണ്, അവന്റെ ബലമുള്ള ഭുജം എന്നെ വഴി നടത്തും എന്നൊക്കെ പറയുമ്പോൾ ദൈവത്തെ മനുഷ്യരൂപത്തിൽ സങ്കല്പിക്കുക. ദൈവം അഭവനാണ്, നിത്യനാണ്, അതിരില്ലാത്തവനാണ്, ഇൻഫിനിറ്റ് ആണ് എങ്കിൽ ദൈവത്തിന് ഒരു രൂപവും സാധ്യമല്ല. ഒന്നുകിൽ ദൈവത്തിന് രൂപമുണ്ടെങ്കിൽ ദൈവം പരിമിതപ്പെട്ടതാണ്. ഇപ്പോൾ എനിക്ക് 5 അടി 6 ഇഞ്ച് പൊക്കമുണ്ട്, ഒരു 500 അടി പൊക്കമുള്ള ഒരു ദൈവം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കേട്ടാൽ ചിരിക്കേണ്ടതല്ലേ? ദൈവത്തിന് നാം എത്ര വലിയ രൂപം കൊടുത്താലും അത് ദൈവത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്. കാരണം നിത്യനായവൻ, മരണമില്ലാത്തവൻ, അതിരില്ലാത്തവൻ, ഇൻഫിനിറ്റ് ആയവന് ഒരു രൂപവും സാധ്യമല്ല. അതുകൊണ്ടാണ് മോശ ദൈവത്തിന്റെ മുഖം കാണണമെന്ന് പറയുമ്പോൾ പറയുന്നത്, എൻ്റെ മുഖം കാണാൻ നിനക്ക് സാധ്യമല്ല. അത് കാണുന്ന നാൾ നീ മരിക്കുന്നതിൻ്റെ അർത്ഥം, നീ ഇപ്പോൾ മനുഷ്യന്റെ രൂപത്തിലിരിക്കുമ്പോൾ അത് പരിമിതപ്പെട്ട അവസ്ഥയാണ്. ആ പരിമിതപ്പെട്ട അവസ്ഥയുടെ അധീനമായി അതിനടിമപ്പെട്ട് നിന്നുകൊണ്ട് ഒരു പരിമിതിയുമില്ലാത്ത ദൈവത്തെ കാണുവാൻ നിനക്ക് സാധ്യമല്ല. ദ ഫൈനൈറ്റ് cannot see the infinite. The finite cannot see the infinite. അതുകൊണ്ടാണ് മോശയോട് പറയുന്നത്, നിനക്ക് എന്നെ കാണാൻ സാധ്യമല്ല, എന്നെ കണ്ടാൽ നീ മരിക്കുമെന്ന് പറയുന്നത്. കാരണം മരിച്ചാൽ മാത്രമേ എന്ന് പറഞ്ഞാൽ നിന്റെ ഈ ആകൃതിയിൽ അടങ്ങിയിരിക്കുന്ന പരിമിതികൾ എല്ലാം അതിജീവിച്ചാൽ മാത്രമേ നിനക്ക് എന്നെ കാണാൻ സാധ്യമാകൂ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു പറയുന്നല്ലോ, എന്നെ കണ്ടിരിക്കുന്നവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. യേശു വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനാ നമ്മുടെ കയ്യിൽ പാർത്തു. യേശു എന്ന് പറയുന്ന വ്യക്തിയുടെ രൂപത്തിലല്ല, അവിടെ നാം തെറ്റാണ്. യേശു ഒരു മർമ്മമാണ്, ഒരു പ്രിൻസിപ്പിളാണ്. ആ മർമ്മത്തിന് ഒരു മരണവുമില്ല, അത് നിത്യമായ സത്യമാണ്. അതെല്ലാ സത്യങ്ങളുടെയും പരിപൂർണതയാണ്. അതിന് യാതൊരു അതിരുമില്ല, അതിർത്തിയില്ല, വരമ്പില്ല, മതിലില്ല. അത് ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന യാഥാർത്ഥ്യമാണ്. ക്രിസ്ത്യാനികൾ ക്രിസ്തുവിനെ പരിമിതപ്പെടുത്തുന്നു. ഓരോരുത്തരും ക്രിസ്തുവിനെ ചെറിയ ചെറിയ പോക്കറ്റ് എഡിഷനാക്കി കൊണ്ട് നടക്കുകയാണ്. അതുകൊണ്ടാണ് ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഒരു വിധത്തിലുള്ള ഐക്യമോ പരസ്പര സഹകരണമോ സമാധാനമോ ഇല്ലാത്തത് ദയവായി മനസ്സിലാക്കുക. ഇതെല്ലാം മനുഷ്യൻ അവൻ്റെ സ്വഭാവത്തിൻ്റെ വൈകൃതങ്ങൾ ദൈവത്തിൻ്റെ തലയിൽ കൊണ്ട് വെക്കുന്നത് കൊണ്ട് വരുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ നാം ദൈവത്തെ നമ്മുടെ രൂപത്തിൽ വിഭാവന ചെയ്യുകയും നമ്മുടെ പരിമിതികൾ ദൈവത്തിന്മേൽ സ്ഥാപിക്കുകയും ചെയ്യാണ്. ഉദാഹരണമായിട്ട്, നിങ്ങൾ ഏത് അടിസ്ഥാനത്തിലാണ് വിശ്വസിക്കുന്നത്? ദൈവത്തിന് കുറച്ചുകൂടെ വലിയ സംഭാവന കൊടുത്താൽ ദൈവം കുറെ കൂടെ പ്രീതി കാണിക്കും, നിങ്ങളോട് താല്പര്യം. അത് മനുഷ്യന്റെ സ്വഭാവമല്ലയോ? കൈക്കൂലി കൊടുത്താൽ നിങ്ങളോട് പ്രസാദിക്കുമെന്നത് മനുഷ്യന്റെ സ്വഭാവമല്ലയോ? അത് നിങ്ങൾ ദൈവത്തെ കൊണ്ടുവച്ച് ദൈവത്തെ അപമാനിക്കുകയാണ്. ഇപ്പം ദശാംശം ദൈവത്തിന് കൊടുത്തില്ലെങ്കിൽ ദൈവം കുറുവടി കൊണ്ട് അടിക്കുമെന്ന് പഠിപ്പിക്കുന്ന പാസ്റ്റർമാരും ദൈവദാസന്മാരും ഒക്കെ വളരെ അധികമുണ്ട്. പണക്കുതിയന്മാർ, വെറും കള്ളം പറഞ്ഞ് നടക്കുന്ന പരീക്ഷകൾ. നിങ്ങളുടെ പണവും നിത്യനായ ദൈവമായിട്ട് എന്താണ് ബന്ധം? നിങ്ങളുടെ പണം കൊണ്ട് നടത്തുന്ന ഒന്നും ദൈവവേലയാകത്തില്ല. അത് മനുഷ്യന്റെ പേക്കോ അല്ലെങ്കിൽ പേക്കൂത്തുകളുമായിരിക്കും. ദൈവത്തിന്റെ വേല എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ പണം ആവശ്യമില്ലാതെ യാതൊരു വിധത്തിലും മനുഷ്യന്റെ പണത്തിൽ ആശ്രയിക്കാതെ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ദൈവവേലയാണ്. അതാണ് യേശു കാണിച്ചത്. യേശു എത്ര പണപ്പിരിവ് നടത്തി, ആരുടേതൊക്കെ സംഭാവന ചോദിച്ചു. അപ്പോൾ മനുഷ്യന്റെ പണം കൊണ്ടല്ല ദൈവവേല ചെയ്യേണ്ടത്. മനുഷ്യന്റെ പണം കൊണ്ട് നിർവഹിക്കുന്നത് ഒന്നും ദൈവവേലയല്ല. മനുഷ്യന്റെ പണം പിടുങ്ങാനായിട്ട് യഹൂദ മത അധികാരികൾ യെരുശലേം ദേവാലയത്തിൽ ചന്ത ഉണ്ടാക്കിയപ്പോൾ ദൈവത്തിന്റെ ആലയം കള്ളന്മാരുടെ ഗുഹയായി എന്ന് യേശു പറഞ്ഞില്ലേ? അതെങ്കിലും ഓർത്താൽ എൻ്റെ അർത്ഥം മനസ്സിലാകണ്ടേ?
അപ്പോൾ അതുകൊണ്ട് ദയവായി മനസ്സിലാക്കുക, നാം നമ്മുടെ സ്വരൂപത്തിലും സ്വാദൃശ്യത്തിലും ദൈവത്തെ കാണുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം മുഴുവൻ നമ്മുടെ ഇടയിലുണ്ടായത്. നാം യഥാർത്ഥത്തിൽ ദൈവത്തെ ദൈവമായി അറിഞ്ഞാൽ, നിത്യനായ ദൈവം, അതിർത്തിയില്ലാത്ത ദൈവം, പരിമിതികളില്ലാത്ത ദൈവം, എല്ലാറ്റിനെയും ഉൾക്കൊള്ളുകയും സംഗ്രഹിക്കുകയും എല്ലാറ്റിനെയും സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവം ഏകനാണെങ്കിൽ, എങ്ങനെയാണ് ക്രിസ്ത്യാനികളെടുത്ത് കാക്കത്തൊള്ളായിരം പള്ളികളും ഉണ്ടാക്കി ഓരോന്നും അവരുടെ സ്വത്തും ഭൂസ്വത്തും ഇങ്ങനെ പിടിച്ച് ഒന്ന് മറ്റതിനെ വെറുത്ത് സംശയിച്ച് പേടിച്ചൊക്കെ നിൽക്കുന്നത് എങ്ങനെയാണ്? ഇതെല്ലാം ദൈവത്തെ മനുഷ്യന്റെ പേക്കോലത്തിൽ ഒതുക്കി നിർത്തിയിട്ട് മനുഷ്യന്റെ സ്വഭാവത്തിന്റെ വൈകൃതികൾ അനുസരിച്ച് ദൈവരാജ്യം സൃഷ്ടിക്കാമെന്ന തികച്ചും നികൃഷ്ടമായ ധാരണയുടെ പൈശാചികമായ പ്രതിഫലനങ്ങളാണ്. ഇത് മനസ്സിലാക്കാൻ നമുക്ക് ഇടയാകണം. അപ്പോൾ അതുകൊണ്ട് മനുഷ്യന്റെ ശരീരം എന്ന് പറയുന്നത് കാലത്തിനും ഇടത്തിനും, സ്പേസ് ആൻഡ് ടൈം, ആ പരിമിതികൾക്കുള്ളിൽ സൃഷ്ടിക്കപ്പെട്ടൊരു പ്രതിഭാസമാണ്. ഈ ശരീരം നിലനിൽക്കയില്ല. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ശരീരം നിലനിൽക്കയില്ല. ഈ ശരീരം നിലനിൽക്കയില്ല എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ആശ്വാസം. അപ്പോൾ നാം ഈ ഭൂമിയിൽ വസിക്കുന്നിടത്തോളം കാലം കാലത്തിൻ്റെയും ഇടത്തിൻ്റെയും പരിമിതിയിൽ നാം ആക്കി വയ്ക്കപ്പെട്ടിരിക്കുന്നു. മരണത്തിൽ കൂടെ ആ പരിമിതികളെ അതിജീവിച്ച് നാം ഏത് നിത്യയുടെ അംശമായിരുന്നുവോ ആ നിത്യതയിലേക്ക് നാം ഒന്നായിച്ചേരുന്ന അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയുടെ പേരാണ് മരണവും മരണാനന്തര ജീവിതവും. അവിടെ ശരീരത്തിന് എന്ത് പ്രസക്തിയാണ് സാറേ ഉള്ളത്? ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇത് മൃഗങ്ങൾക്ക് പോലും, ഒരു പന്നിക്ക് പോലും യോജിക്കാത്ത ചിന്തകളല്ലേ ഈ ശരീരം കൊണ്ട്. പിന്നെ ഇരിക്കുന്ന കസേരയും കൊണ്ട് അവിടെ ചെല്ലാമെന്ന് വിശ്വസിക്കുന്നവരെ പറ്റി ഞാനെന്ത് പറയാൻ? അങ്ങനെയുള്ള വാലും പിടിച്ച് നടക്കുന്നവർ, ഞാൻ ഈ പറയുന്ന സത്യം കേട്ടാൽ അവർക്ക് ജ്വരം വരും എന്നെനിക്കറിയാം. പക്ഷേ സത്യം പറയാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല. ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, ഈ ശരീരം ഈ ഭൂമിയിലേക്ക് മടങ്ങിപ്പോകും. ഈ ശരീരം ശാശ്വതമല്ല. ശാശ്വതമായ ഒരു വലിയ യാഥാർത്ഥ്യം നമ്മളിലുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ നാം ആരാണ് എന്ന് ചോദിച്ചാൽ ഈ ശരീരമല്ലേ അല്ല. നാം ആരാണ്? നമ്മുടെ ഉള്ളിലുള്ള വെളിച്ചമാണ്. ആ വെളിച്ചത്തിന് മരണമില്ല. ആ വെളിച്ചം നിത്യതയുടെ ഭാഗമാണ്. പക്ഷേ ആ വെളിച്ചം യാഥാർത്ഥ്യമാക്കുക എന്നൊരു കടമ നമുക്ക്. അതുകൊണ്ടാണ് യേശു പറയുന്നത്, വെളിച്ചമുള്ളപ്പോൾ വെളിച്ചത്തിന്റെ പ്രവൃത്തി ചെയ്യുക. വെളിച്ചം എങ്ങനെയാണ് യാഥാർത്ഥ്യമാകുന്നത്? വെളിച്ചത്തിന്റെ പ്രവൃത്തി ചെയ്യുമ്പോൾ മാത്രമേ നാം വെളിച്ചത്തെ യാഥാർത്ഥ്യമാക്കുന്നുള്ളൂ. നമ്മുടെ ഉള്ളിൽ വെളിച്ചമുണ്ട്, പക്ഷെ ഒരിക്കൽ പോലും അത് പ്രവൃത്തിയിൽ കൂടെ പ്രകടിപ്പിക്കാൻ നാം കൂട്ടാക്കുന്നില്ല എങ്കിൽ നാം വെളിച്ചത്തിന്റെ വ്യക്തിത്വമുള്ളവരല്ല, നാം ഇരുട്ടിന്റെ ആത്മാക്കളാണ്. അവരുടേതായ ഇടത്തേക്ക് പോകും. അതിന് യാതൊരു സംശയം എനിക്കില്ല. അതുകൊണ്ട് ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യവും ചുമതലയും എന്തായിരിക്കണം? നമ്മുടെ ഉള്ളിലുള്ള യഥാർത്ഥ വ്യക്തിത്വം, അത് ആ വെളിച്ചം, ആ വെളിച്ചത്തെ വേണ്ടതുപോലെ പ്രകടിപ്പിക്കാൻ എപ്രകാരമാണ് സാധിക്കുന്നത്? അതിന് ഏതെല്ലാം വിധത്തിലുള്ള ആത്മീയമായ സഹായമാണ് പ്രാപിപ്പാൻ സാധിക്കുന്നത് എന്നുള്ള നിരന്തരമായ അന്വേഷണത്തിൽ നാം ആയിരിക്കണം. അതുകൊണ്ടാണ് ശുഭങ്ങൾ അന്വേഷിപ്പിൻ കണ്ടത്. ആ അന്വേഷണം നമ്മെ കൊണ്ട് എത്തിക്കുന്ന എവിടെയാണെന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിൽ വസിക്കാം. എല്ലാ അന്വേഷണങ്ങളും അവിടെ ചെന്ന് അവസാനിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് യേശു നമ്മുടെ നിത്യതയുടെ മാറ്റമില്ലാത്ത അടിസ്ഥാനമായി, നമ്മുടെ പ്രത്യാശയുടെ നിദാനമായി എന്നും നമ്മുടെ എന്താണ് പറയുന്നത്, വിശ്വാസ പ്രപഞ്ചത്തിലെ സൂര്യനായി ശോഭിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ദയവായി ഈ ശരീരം ഇതും കൊണ്ട് എവിടെയെങ്കിലും ചെല്ലാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഈ ശരീരത്തെ അല്ല നിങ്ങൾ കണക്കാക്കേണ്ടത്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം ദയവായി പ്രത്യേകിച്ച് 24 വാക്യങ്ങൾ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കാം. എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ട് ചിന്തിക്കരുത്. ഈ ശരീരം നിലനിൽക്കുന്നതല്ല. ഇത് നൈമിഷികമാണ്, താൽക്കാലികമാണ്. ഇത് പോയേ മതിയാകുകയുള്ളൂ. ഈ ശരീരം കൊണ്ട് നിങ്ങൾ നിത്യതയിലേക്ക് പ്രവേശിക്കാനാണെങ്കിൽ യേശു അങ്ങനെ പഠിപ്പിക്കുകയില്ല. ശരീരത്തിന് വേണ്ടി ചിന്തിക്കരുത്.
ആത്മാവിന് വേണ്ടി ചിന്തിക്കാൻ പറയേണ്ട ആവശ്യമില്ല. ശരീരം നിങ്ങൾ നോക്കിയാൽ ഏതായാലും ശരീരം അങ്ങോട്ട് ചെന്നാൽ പിന്നെ നിങ്ങൾ ചെല്ലത്തില്ല. ആത്മാവിന് വേണ്ടി ചിന്തിക്കാൻ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഈ ശരീരം ഇവിടെ ഉപേക്ഷിക്കാനുള്ളതാണ്. യാതൊരു സംശയമില്ല. അതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിന്മേൽ അള്ളിപ്പിടിച്ചുകൊണ്ട് പുരോഹിതവർഗം നിങ്ങളുടെ മേലോടെ അധികാരം അടിച്ചേൽപ്പിക്കുമ്പോൾ ഈ സത്യം നിങ്ങളെ വിടുവിക്കട്ടെ. യേശു പറഞ്ഞു, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഞാൻ എൻ്റെ ബിൽപത്രത്തിൽ എൻ്റെ ശരീരം ദഹിപ്പിക്കാനാണ് എഴുതിയിരിക്കുന്നത്. കാരണം ശവം വെച്ച് കളിച്ച് പാവപ്പെട്ട മനുഷ്യരുടെ മുകളിൽ പുരോഹിതവർഗത്തിന് നുകം വയ്ക്കുന്നത് ദൈവത്തോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ അക്രമവും അനീതിയും അപരാധവുമാണ് എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. അതിലിടം കൊടുക്കാതെ പുരോഹിത മേൽപ്പോയ്മയുടെ കരുനീഴൽ എൻ്റെ ശവത്തിൽ പോലും വീഴാതിരിക്കേണ്ടതിന് ഞാൻ എൻ്റെ ശരീരം ദഹിപ്പിക്കാനാണ് എഴുതി വച്ചിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് നിത്യതയെപ്പറ്റി പ്രത്യാശയില്ല എന്നാരും വിചാരിക്കരുത്. നിത്യതയെപ്പറ്റി പ്രത്യാശ ഉള്ളത് കൊണ്ടാണ് ഞാൻ പ്രകാരം ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് കോവിഡ് കാലത്ത് മരിച്ച ക്രിസ്ത്യാനികളെ മുഴുവനും കത്തിച്ച് കളഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ സഭ വീണ്ടും ഈ ശവത്തെ കയറി പിടിച്ചിരിക്കുമ്പോൾ ഈ ഒരു യാഥാർത്ഥ്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താതിരിക്കാൻ എനിക്ക് കഴിയാത്തത് കൊണ്ട് ഞാൻ വളരെ അപകടമേറിയ ഒരു വിഷയം കൈകാര്യം ചെയ്യുകയാണെന്ന ഉത്തമ ബോധത്തോടു കൂടെയാണ് ഞാൻ ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. നിങ്ങൾ ദയവായി ചിന്തിക്കുക, പരിഗണിക്കുക. മനസ്സിൻ്റെ അടിമത്വമാണ് ഏറ്റവും ഭീകരമായ അടിമത്വം. അത് വരാതിരിക്കത്തക്കവണ്ണം നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ തന്നെ കാത്തു സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടെ സ്നേഹത്തോടെ വിനയത്തോടെ അപേക്ഷിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.